രാജ്യത്തെ ഏറ്റവും സുരക്ഷയുള്ള തന്ത്രപ്രധാന മേഖലയായ ലോക് കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതി, അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ 3:30 തുടങ്ങിയ കോൺഗ്രസ് പ്രതിഷേധം 3.5 മണിക്കൂറോളം നീണ്ട് അവസാനിക്കുമ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പ്രതിഷേധത്തിന്റെ അവസാനം മാറി. നേതാക്കളെ ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് മാറ്റിയത്. രാഹുൽ ഗാന്ധിക്ക് അതിനിടെ പരിക്കേറ്റു എന്ന വാർത്തകളുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് പരിക്കുണ്ടെന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ ഈ പോലീസ് വാഹനത്തിനകത്തു നിന്നുള്ള രാഹുലിന്റെ ദൃശ്യങ്ങൾ കണ്ടു. അതിൽ അങ്ങനെ പരിക്കൊന്നുമില്ല. പക്ഷേ രാഹുലിനെ വലിച്ചിഴച്ചാണ് അവിടെ നിന്ന് മാറ്റിയത്. രാഹുലിനെ മാത്രമല്ല, നേതാക്കളെ എല്ലാം. പ്രിയങ്ക ഗാന്ധി വാഹനത്തിൽ തൂങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ജെബി മേത്തറിനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ പോലീസ് അവരെ ഏത് വിധേനയും അവിടെ നിന്ന് മാറ്റുക എന്ന ഉത്തരവ് പാലിക്കുകയാണ് ചെയ്തത്. ബി ബാലഗോപാലും വിഷ്ണു പ്രസാദും ഈ 3.5 മണിക്കൂറോളം നീണ്ട അവിടുത്തെ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് എല്ലാം നേരിട്ട് കണ്ട ഇരുവരും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബാലു, ഒരുപാട് വർഷമായി ഡൽഹിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ പല പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. അത് നിർഭയ സമരം തൊട്ട് കർഷക സമരം വരെയുള്ള പല സമയത്ത് പോലീസ് നടപടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 2 ദിവസങ്ങളിൽ ഇന്നലെ അപ്രതീക്ഷിതമായുള്ള പാർലമെന്റ് മാർച്ച്, അവിടെ ഉണ്ടായ അപ്രതീക്ഷിതമായ ആൾക്കൂട്ടം, ഇന്നത്തെ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കുള്ള കോൺഗ്രസിന്റെ മാർച്ച്, ഇതെങ്ങനെയൊക്കെയാണ് രാജ്യ തലസ്ഥാനത്തെ സംഘർഷഭരിതമാക്കിയത്? ശ്രീജ, കഴിഞ്ഞ 2 ദിവസമായി ശ്രീജ പറഞ്ഞതുപോലെ തന്നെ തികച്ചും അപ്രതീക്ഷിതവും അതുപോലെ തന്നെ സമാനതകളില്ലാത്തതുമായ സമരങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നലത്തേനേക്കാളും വലിയ പ്രാധാന്യം നമുക്ക് പറയേണ്ടതുള്ളത് ഇന്നത്തെ സമരമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സമരം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് പോലും പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇടയ്ക്ക് ചിലപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ചൊക്കെ നടത്തുന്നെന്ന് പറയും. പക്ഷെ അത് ആ മാർച്ചൊക്കെ പോലീസ് തടയാതല്ല എങ്കിൽ 5-10 മിനിറ്റ് അപ്പുറം, അതും ഈ ഗേറ്റിലല്ല, സാധാരണ പൊതുജനങ്ങൾക്കും മറ്റും ഉദ്യോഗസ്ഥർക്കും മറ്റും പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പോകാൻ സാധിക്കുന്ന ആ ഭാഗത്ത് മാത്രമാണ് ഈ സമരം നടക്കുന്നത്. പക്ഷേ ഇത് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ആ റെസ്ട്രിക്റ്റഡ് ഏരിയയിലാണ് ഇന്ന് ഈ സമരം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഈ സമരത്തിന്റെ ആദ്യ സമയം തന്നെ ഇവിടെ എത്തപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ ഒരാളാണ് നമ്മുടെ വിഷ്ണു. ഞാനിതിൽ കാണുന്ന ആദ്യത്തെ കാഴ്ച, കൈകൾ പരസ്പരം കെട്ടി, അല്ലെ, ഒരു ചരട് കൊണ്ട് കെട്ടി ആയിരുന്നു സമരത്തിന് പല കോൺഗ്രസ് നേതാക്കളും ഇരുന്നത്. എന്താണ് ആ നാടകീയമായ സംഭവങ്ങളെ ഒന്ന് ചുരുക്കി പറയാം ബാലു? ഇത് ഈ കാണുന്ന കാഴ്ചയ്ക്കും അപ്പുറത്തേക്ക് ഏറ്റവും മനോഹരമായി ഞാൻ കാണുന്ന ഒരു ഫ്രെയിം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി നടുവിൽ എണീറ്റ് നിൽക്കുന്നു, ചുറ്റും അദ്ദേഹത്തിന്റെ MP-മാർ ഇരിക്കുന്നു. ആ ഇരിക്കുന്ന ഇരിപ്പിൽ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് കൈകൾ കെട്ടിയിരിക്കുന്നു. പ്രതീകാത്മകമായി അറസ്റ്റ് വരിച്ച രീതിയിൽ കൈകൾ കൂട്ടിക്കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് ആ നടുവിലിരിക്കുന്ന പ്രവർത്തകരെയും അതിന് നടുവിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധിയെയുമാണ് ആദ്യമായി നമ്മൾ കാണുന്നത്. അപ്പോൾ സുരക്ഷ ഒരുക്കാൻ എന്ന പേരിലെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ചുറ്റും വളയം തീർക്കുന്നു. എന്നാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ കാഴ്ച മാറുകയാണ്. കാരണം 3 ലെയറുകളായി തന്നെ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുന്നു. ഓരോ ഘട്ടങ്ങളിലായി ആദ്യം പ്രവർത്തകരെ മാറ്റുന്നു, പിന്നീട് ഒപ്പമുള്ള ഓഫീസ് ബേഴ്സിനെ മാറ്റുന്നു, പിന്നീട് മാധ്യമ പ്രവർത്തകരെയും 3ാമത്തെ ലെയറിന് പുറത്തേക്ക് മാറ്റുന്ന നിലയിലേക്ക് പോലീസ് ഇരിക്കുന്നു. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധിയുടെ ആ നിർദ്ദേശം അനുസരിച്ച് ആ മുദ്രാവാക്യം വിളിക്കാൻ അവർ ഇരുന്ന സ്ഥലമാണ്. കാരണം നേരത്തെ ബാലു സൂചിപ്പിച്ചതുപോലെ ഡൽഹിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം ഈ പറയുന്നത് പോലെ പ്രധാനമന്ത്രിയുടെ ഈ വസതിക്ക് മുൻപിൽ നമുക്കറിയാം, ഇവിടെ നേരത്തെ നമ്മളെല്ലാം ചർച്ച ചെയ്തൊരു കാര്യമാണ്. അത് ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബോർഡുകൾ ഒന്ന് നോക്കുക. ഇവിടെ കാണുന്ന നോ സ്റ്റോപ്പിംഗ്, നോ പാർക്കിംഗ്, റെസ്ട്രിക്റ്റഡ് ഏരിയ. അതായത് ഈ പാതയിലൂടെ കടന്നു പോകണമെങ്കിൽ അയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കണം, ഇന്ത്യയുടെ ഭരണകക്ഷിയുടെ തലവനായിരിക്കണം. അല്ലാത്ത ഒരാൾക്കും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്താൽ പോലും കടന്നു പോകാൻ പറ്റാത്ത വഴിയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം നോക്കുക. ഈ ഫുട്പാത്തിൽ നിൽക്കേണ്ടി വന്നത് പോലും ഈ റോഡിൽ നിൽക്കരുത് എന്നാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. അത്രയും തന്ത്രപ്രധാനമായ, അത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള ഒരു മേഖലയിലാണ് ഇന്ന് രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത്. കൈകൾ ബന്ധിക്കപ്പെട്ട രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ തലവൻ ഇവിടെ ഈ മരച്ചോട്ടിൽ ഇരിക്കുകയായിരുന്നു. അതിന് ചുറ്റും വലയം തീർത്ത് പോലീസ് നിൽക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എന്നതാണ് അതിന്റെ വസ്തുത. കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്താ ഒന്ന് ബാലു? തീർച്ചയായും വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ
ഒരു വാഹനം ഇവിടെ ഒന്ന് ചെറുതായി സ്റ്റോപ്പ് ചെയ്യാൻ പോലും അവകാശമില്ലാത്ത ഒരു പ്രദേശത്താണ് 3 മണിക്കൂറോളം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് എംപിമാരും 2 മുഖ്യമന്ത്രിമാരും 2 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും സത്യാഗ്രഹം ഇരുന്നത്. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു സമരം അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് വേണം പറയേണ്ടത്. ഇത് ഇന്നത്തെ ഈ സമരം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതായത് നാളെ പാർലമെന്റ്